ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. ലോക ചരിത്രത്തിൽ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ചൈനീസ് വിപ്ലവത്തെ പറ്റി ഒന്ന് ലഘൂകരിച്ച് പറയാണ്. കൂടുതൽ അറിയാനായിട്ട് വീഡിയോ അപ്ലോഡഡ് ആണ്, മുഴുവനും കണ്ടു നോക്കാം. ചൈനീസ് വിപ്ലവം പറയുന്നതിന് മുൻപ് ചൈനയിൽ അന്ന് ഭരണം നടത്തിയിരുന്നത് മഞ്ചു രാജവംശമാണ്. ക്യുങ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന മഞ്ചു രാജവംശമാണ്. അക്കാലത്ത് ചൈനീസ് വിപ്ലവത്തിന് മുന്നേ നടന്ന യുദ്ധങ്ങളാണ് കറുപ്പ് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ കറുപ്പ് ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന യുദ്ധങ്ങളാണ് കറുപ്പ് യുദ്ധങ്ങൾ അഥവാ ഒപ്പിയം വാർസ് എന്ന് അറിയപ്പെടുന്നത്. അതിനൊക്കെ ശേഷം അമേരിക്ക ചൈനയുമായി വ്യാപാര ബന്ധം നടത്തുന്നതിനായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ നടപ്പിലാക്കിയ ഒരു നയമാണ് തുറന്നവാതിൽ നയം എന്ന് അറിയപ്പെടുന്നത്. അതിനൊക്കെ ശേഷം നടന്നൊരു കലാപമാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. അപ്പൊ ചൈനയിലെ വിദേശ ശക്തികളുടെ അമിതമായ ഇടപെടൽ കുറയ്ക്കുന്നതിന് വേണ്ടി നടന്ന കലാപമാണ്, 1900-കളിൽ ചൈനയിൽ നടന്ന കലാപമാണ് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1911 ഡോക്ടർ സൻയാൻ സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരായിട്ട് നടന്ന യുദ്ധങ്ങളാണ് അല്ലെങ്കിൽ വിപ്ലവങ്ങളാണ് ചൈനയിൽ ചൈനീസ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൻയാൻ സെന്നിനെ ചൈനീസ് വിപ്ലവ നേതാവ് എന്നാണ് അറിയപ്പെടുന്നത്. 1911 ചൈനീസ് വിപ്ലവത്തോടെ ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുകയും തുടർന്ന് സൻയാൻ സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. 1912 യഥാർത്ഥത്തിൽ കുമിന്താങ് പാർട്ടി നിലവിൽ വരുന്നത്. 1919 ചൈനയിൽ നടന്നൊരു മൂവ്മെന്റ് ആണ് മെയ് 4th മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ചൈനയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്, ജപ്പാനെതിരെയുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഈ പറയുന്ന മെയ് 4th മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. തുടർന്ന് 1921 റഷ്യയുടെ സഹായത്തോടുകൂടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയാണ് ചെയ്യുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് മാവോ സേതുങ് ആണ് നേതാവായിട്ട് വരുന്നത്. പിന്നീട് സൻയാൻ സെന്നിന്റെ മരണത്തെ തുടർന്ന് 1925 ചിയാങ് കൈഷക് ഭരണത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ചിയാങ് കൈഷക്കിന്റെ ഭരണത്തെ തുടർന്ന് കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും തമ്മിൽ ഇടയുന്നതിന് കാരണമായി. ചിയാങ് കൈഷക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരു രഹസ്യസേന രൂപീകരിച്ചു. അതിനെ ബ്ലൂ ഷർട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ രൂപീകരിച്ച രഹസ്യസേനയാണ് ചുവന്ന സേന അഥവാ റെഡ് ആർമി എന്ന് അറിയപ്പെടുന്നത്. ചൈനയിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വവും ഈ കുമിന്താങ് പാർട്ടിയുടെ ഭരണത്തിനും എതിരായിട്ട് ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു ലോങ് മാർച്ച് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. 1934 ഒക്ടോബർ 16 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ കിയാങ്സിൽ നിന്ന് യാത്ര പുറപ്പെടുകയും 1935 ഒക്ടോബർ 20 ഷെൻസിയിൽ ഈ യാത്ര അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് 1937 ചൈനയും ജപ്പാനും തമ്മിൽ യുദ്ധം നടത്തി. ആ യുദ്ധത്തിൽ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹകരിച്ച് പ്രവർത്തിച്ചുവെങ്കിലും പിന്നീട് അങ്ങോട്ട് കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ ചേരിതിരിയുന്നതായി വന്നു. ഇതിനെ തുടർന്ന് മാവോയുടെ നേതൃത്വത്തിലുള്ള ചുവന്ന സേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ റിപ്പബ്ലിക്കായി മാറി. അപ്പൊ ജനകീയ റിപ്പബ്ലിക്കിന്റെ നേതാവാണ് മാവോ സേതുങ്.